ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. കൃതജ്ഞത പറയണമെന്ന് പറഞ്ഞാൽ കൃതജ്ഞത പറയും എന്ന് പറഞ്ഞു. അപ്പം ഇത് ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞ് വളരെ സന്തോഷം. അങ്ങനെ ആ പ്രോഗ്രാം മാറ്റപ്പെട്ടത് ശ്രീ രമേശ് ചെന്നിത്തലയെ ഉദ്ഘാടകനായി തീരുമാനിച്ചു. നമ്മുടെ സർക്കുലറൊക്കെ അയച്ചുള്ളൂ, നോട്ടീസ് അടിച്ച് പരസ്യം ചെയ്യാൻ സമയമില്ല. പക്ഷെ ഇത് ഒരു വൻ വിവാദമായി കൊണ്ടുവരാൻ വേണ്ടി ചില ദൃശ്യമാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങൾ ഒക്കെ ദിവസങ്ങളോളം ചർച്ച ചെയ്തു. ഈ നായർ സർവീസ് സൊസൈറ്റിയിൽ ഒരു നായർ വരുന്നതിന് കുഴപ്പമുള്ളൂ. മറ്റ് ഏത് സംഘടനയിലും ഏത് സമുദായ സംഘടനയിലും ആരെ വിളിക്കുന്നതിനും ഒരു കുഴപ്പമില്ല. ഒരു പത്രക്കാരും ഒരു ദൃശ്യമക്കാരും തിരിഞ്ഞു നോക്കാറില്ല അവരെ. ഉദാഹരണങ്ങൾ പലതുണ്ട്. ഞാനിപ്പോൾ സമയം ദീർഘിപ്പിക്കാത്തത് കൊണ്ട് അത് ഞാനൊന്നും പറയുന്നില്ല. ശ്രീ രമേശ് ചെന്നിത്തല വിളിച്ചത് കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമോ എന്ന് ഉദ്ദേശിച്ചുമല്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണ അവർക്കുണ്ടായതാണെങ്കിൽ അവരത് തിരുത്തണം. ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സ്വന്തതയാണ്. അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയില്ല. NSSന്റെ ഒരു പുത്രനാണ്. എനിക്ക് 4 മക്കളുണ്ടെങ്കിൽ 4 മക്കളും 4 രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെങ്കിൽ സർവീസ് സൊസൈറ്റി കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ അത് ആ കുടുംബത്തെ ബാധിക്കാൻ പാടില്ല. അത് നായർക്ക് മാത്രം ഇത് ബാധകമാണെന്നാണ് ചിലരുടെ കൽപ്പന. വേറൊരു പുത്രനപ്പുറത്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ശൈലിയിലിരിക്കുന്ന ആളാണ് ഗണേഷ് കുമാർ. ഒരേ ഗതിയിലല്ലേ ഇരിക്കുന്നത്. ഗണേശിന്റെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ജാതിയുടെ പേര് പറഞ്ഞാൽ ഇടപെടുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ഗണേഷ് കുമാറും അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട്. അത് നടത്താനുള്ള അവകാശം സർവീസ് സൊസൈറ്റി കൊടുക്കുന്നുണ്ട്. അവർക്ക് മാത്രമല്ല എല്ലാ നായകന്മാർക്കും അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ ഉള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. ആ അനുവാദം അവർക്ക് ഉപയോഗിക്കാം. അവരുടെ കുടുംബം മറക്കരുതെന്ന് മാത്രമേ നമ്മൾക്ക് ആഗ്രഹമുള്ളൂ. അവര് കുടുംബം മറക്കാത്തവരായതുകൊണ്ടാണ് അവരെ ആ രീതിയിൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്നത്. രമേശ് ചെന്നിത്തല ഈ സംഘടനയിലെ ഒരാള് എന്നുള്ളതിൽ ഒരു തരത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലല്ല, ജന്മസ്ഥാനത്ത് നിന്നുകൊണ്ട് ആരംഭിക്കുന്നു. അതല്ലെന്ന് പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ളത്. ഈ തിരുത്തലൊക്കെ വരുത്തിയത് നമ്മളാരും അല്ല എന്നാണ് എൻ്റെ ആത്മാർത്ഥമായ വിശ്വാസം. അത് സമുദായാലും ശ്രീ മന്നത്ത് പത്മനാഭൻ ആണ് അത് നമ്മളെ കൊണ്ട് കറക്റ്റ് ചെയ്യിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഇതുപോലെ വരുമ്പോൾ നമുക്ക് ഉപദേശം ഒരു രൂപത്തിലല്ലെങ്കിൽ വേറെ രൂപത്തിൽ വരും. അതെല്ലാം നല്ല രീതിയിൽ പരിശോധിക്കും. നടക്കുന്ന സമ്മേളനം ഞാൻ 62 വർഷമായി NSSന്റെ അദ്ദേഹത്തിന്റെ ജന്മദിനങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ഒരു കാലത്തുമില്ലാത്ത ജനങ്ങൾ, സമുദായ സ്നേഹികള്, ഇതര സമുദായ സ്നേഹികള്, രാഷ്ട്രീയ വേർതിരിവില്ലാതുള്ള എല്ലാ രാഷ്ട്രീയത്തിലും പെട്ട ആളുകള്, സഹപ്രവർത്തകര്,
അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹ്യ രംഗത്തായാലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ബി.ജെ. സാറിനോട് ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ എന്നൊക്കെ ജന്മദിനം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അദ്ദേഹം വന്ന് ഇവിടെ ഇത് കേട്ടിട്ട് പോകത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഉൾപ്പെടുന്ന നേതൃനിലയിലും അല്ലാത്ത നിലയിലും സാധാരണക്കാരുടെ നിലയിലും ഒക്കെ ഉൾപ്പെട്ട വിവിധ ജാതി മതത്തിൽപ്പെട്ട ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പുഷ്പാർച്ചനയ്ക്ക് കഴിഞ്ഞിട്ടും മടങ്ങിപ്പോയവരും ഇതിലേറെ ഉണ്ട് എന്നാണ് കണക്ക് വെച്ച് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തിൽ സമ്മേളനത്തിൽ നായർ സർവീസ് സൊസൈറ്റിയും ആ സമുദായത്തിനും ഏറെ അഭിമാനത്തിന് വകതരുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ഉദ്ഘാടകനായി ഇവിടെ എത്തിയ രമേശ് ചെന്നിത്തലയെ സ്നേഹപൂർവ്വം നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ അടുത്ത നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ ശശികുമാർ അത് ഔപചാരികമായ ഒരു ചടങ്ങിൽ അദ്ദേഹം അധ്യക്ഷനായിട്ടിരിക്കണം എന്ന മന്ത്രിന്റെ നിയമാവലി എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമല്ല അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ ആ ഉത്തരവാദിത്വ ബോധം സർവീസ് സൊസൈറ്റിയെ നേരെ നടത്തിക്കൊണ്ടുപോകാൻ ഉള്ള അദ്ദേഹത്തിന്റെ സഹകരണം എല്ലാം നല്ല രീതിയിലാണ് ഞങ്ങൾക്ക് സംഘടനയെ യാതൊരു എതിർപ്പുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അതിന് നേതൃത്വം നൽകുന്ന അദ്ദേഹത്തെ ഔപചാരികമായ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് കെ. ഫ്രാൻസിസ് ജോർജ് MP. ഞാൻ അദ്ദേഹത്തെ പറ്റി എന്താ പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞത്. ഇത്രയും വിനയാന്വിതനായ ഒരു മനുഷ്യൻ, എല്ലാവരോടും സ്നേഹപൂർണമായ ഇടപെടൽ, രാഷ്ട്രീയത്തിൽ ഒരു വഞ്ചനയും ഇല്ലാത്ത പ്രവർത്തനം, അത് അച്ഛന്റെ പാരമ്പര്യം ആണ്. അദ്ദേഹത്തിന്റെ അച്ഛനാണ് കേരള കോൺഗ്രസിന്റെ ജന്മം നൽകിയത്. അതിനെ അനുഗ്രഹിച്ചത് ശ്രീ മന്നത്ത് പത്മനാഭനാണ്. കേരള കോൺഗ്രസിൽ ജന്മം കൊടുക്കുമ്പോൾ അതിന്റെ തലപ്പത്തിരുന്ന് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തത് അദ്ദേഹത്തിന്റെ പിതാവാണ്. അപ്പം ആ രുചി, ആ മണം നമുക്ക് കിട്ടാതിരിക്കുമോ? നമുക്ക് വേണ്ടത് എന്താണ്? മന്നത്ത് പത്മനാഭൻ ആരാകണം അറിയോ? ആരെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവോ ഇല്ലാത്തവരെല്ലാം നമുക്ക് വിളിക്കുന്നത്. മന്നത്ത് പത്മനാഭൻ പഠിച്ച ആ ബന്ധം, ആ സമുദായമായിട്ടുള്ള സൗഹൃദം നിലനിർത്തി പോരുന്ന മാന്യതയുള്ള ആളുകളെയാണ് ആ സ്ഥാനത്തേക്ക് ക്ഷണിക്കേണ്ടത് എന്നുള്ള ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ ഫ്രാൻസിസ് ജോർജിനെ നമ്മൾ ഇതിന്റെ പ്രധാന അനുസ്മരണ സമ്മേളനം നടത്തി നൽകാൻ ശ്രമിച്ചിരിക്കുന്നത്.